ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇനി ഞാൻ വെറുതെ കുണുകുണുണോ എന്ന് പറഞ്ഞിരിക്കണേക്കാട്ടും നല്ലത് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് ഞാൻ ഞങ്ങളുടെ എയർലൈനിൻ്റെ സ്റ്റാഫ് ട്രാവൽ പോളിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാഫ് ട്രാവൽ ഞങ്ങളുടെ എയർലൈനിൽ 6 പേരെ ഞങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡിങ് മീ. അതായത് ഇൻഡിഗോ എവിടേക്കൊക്കെ സർവീസ് നടത്തുന്നുണ്ടോ അവിടേക്കൊക്കെ ഞങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എക്സസ് ബാഗേജ് നോർമൽ ഒരു റവന്യൂ പാസഞ്ചറാണെന്നുണ്ടെങ്കിൽ 500-1000 രൂപയൊക്കെ പേ ചെയ്യേണ്ടി വരും. ആ സ്ഥാനത്ത് ഞങ്ങൾക്ക് 25 റുപ്പീസ് ഡൊമസ്റ്റിക്കിനും 50 റുപ്പീസ് ഇൻ്റർനാഷണലിനും പേ ചെയ്താൽ മതി. ഇതൊക്കെ കേട്ടിട്ടേ നിങ്ങൾ എന്നെ ചേർക്കോ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഞങ്ങളുടെ ബ്ലഡ് റിലേഷൻസിന് മാത്രമാണ് ഞങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തി, എൻ്റെ അച്ഛമ്മ, അച്ഛൻ, പിന്നെ അതുപോലെ തന്നെ ഇൻലോസ്, ഹസ്ബൻഡ്, സ്പൗസ്, അവരൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടൊക്കെ അല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ദോഹയിലോട്ട് വരുന്നത്. കാരണം ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് ദോഹയിലോട്ട് 3000 ചില്ലറ രൂപയും ദോഹയിൽ നിന്ന് കൊച്ചിയിലോട്ട് 4000 ചേഞ്ചുമാണ് എനിക്ക് ടിക്കറ്റ് പ്രൈസ് വരുന്നുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് വരാമല്ലോ. ഇന്ന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുക, അങ്ങോട്ട് ഇറങ്ങുക. ടിക്കറ്റ് ഫെയർ കൂടുതലാണോ കുറവാണോ എന്നൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊരു സംഭവമുണ്ട്. ഫ്ലൈറ്റ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ ജംപ് സീറ്റിൽ ഇരിക്കാൻ പറ്റുള്ളൂ. ജംപ് സീറ്റിന് ക്യാപ്റ്റൻ്റെ അപ്രൂവൽ വേണം. ഞങ്ങൾ സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ ക്രൂ ഇരിക്കുന്ന സീറ്റിൽ ഞങ്ങൾക്ക് ഇരിക്കാം. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റാ.